പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി കള്ളനാണ് എന്നുള്ളൊരു പരാമർശം അത് തികച്ചും ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു പരാമർശം നടത്തിയതിൻ്റെ പേരിൽ ശ്രീ രാഹുൽ ഗാന്ധിയെ തുറുങ്കിൽ ചെയ്യാം എന്നുള്ള ഏതെങ്കിലും രീതിയിലുള്ള ധാരണകൾ അധികാര കേന്ദ്രങ്ങൾക്കുണ്ടെങ്കിൽ അത് വെറും വൃഥാവിലാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യം മുഴുവൻ പിന്തുണയുണ്ട്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ ഇന്നലകളിൽ നിങ്ങൾ അവഗണിച്ചു. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ ഇന്നലകളിൽ നിങ്ങൾ കളിയാക്കി അപഹസിച്ചു. ഇന്ന് അതേ രാഹുൽ ഗാന്ധിയുടെ പിറകെ ഈ രാജ്യം മുഴുവൻ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയിലൂടെ ഈ രാജ്യത്ത് ഒരു തിരിച്ചുവരവ് ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ വർഗീയത മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന RSSന്റെ നേതൃത്വത്തിലുള്ള മോഡിയുടെ ഗവൺമെൻറ്റിനെ അട്ടിമറി നീതിന്യായ വ്യവസ്ഥിതിയെ കൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനം എടുപ്പിക്കുന്ന നിലയിലേക്ക് ഈ സർക്കാർ പോയിരിക്കുന്നത്. ഇതിലൊന്നും തളരുന്നവരല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് മാത്രം ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ നേതാവിന്റെ പേര് എന്ന് ഒരിക്കൽ കൂടി നരേന്ദ്രമോദിയെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഈ യൂത്ത് കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ, KSUവിന്റെ ജില്ലാ ബ്ലോക്ക് ഭാരവാഹികൾ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, രാഹുൽ ഗാന്ധി ഫലമായിട്ടാണ് 2019 തെരഞ്ഞെടുപ്പ് വേളയിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര സാധാരണപ്പെട്ട ജനങ്ങളുടെ ഹൃദയത്തിൽ മനം കവർന്നെത്തുകയും കോടാനി ഇന്ത്യൻ യുവാക്കളെ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഇതിനെതിരെ പ്രതിഷേധിക്കും. ആ പ്രതിഷേധം RSSനും BJPക്കും തടയുന്നതിനപ്പുറമായിരിക്കും രാഹുൽ ഗാന്ധിക്കും വരും ദിവസം. കാണിക്കാം